ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇഡ്ഡലിപ്പൊടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 10-15 ചുമന്ന മുളക്, പിന്നെ 2-3 കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് എള്ള്. ഇത് വെള്ള എള്ള് കൂടെ എടുക്കാം. പിന്നെ കുറച്ച് പെരുങ്കായം, ഇത് പൗഡർ കൂടെ എടുക്കാം. ഞാനിവിടെ കട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ സ്റ്റവ് കത്തിച്ച് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉഴുന്നും കടലപ്പരിപ്പും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ആദ്യം ഇത് രണ്ടും വറുത്തിട്ട് ബാക്കിയുള്ളത് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ കുറച്ച് പകുതിയൊക്കെ വറുത്തതായിരിക്കുന്നു. ഇനി ഇതിലേക്ക് ചുമന്ന മുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇതിലേക്ക് ഇടാം. കായം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആ എള്ള് കൂടെ ചേർക്കാം. ഇതൊരു 2-3 മിനിറ്റ് കൂടെ വറുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ നമുക്കത് റെഡിയായി. കാരണം അതിൽ കറിവേപ്പിൻ്റെ ഇലയും ചുമന്ന മുളകൊക്കെ ഒന്ന് വറുത്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ആറിക്കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. മിക്സി ജാറിലേക്ക് ഇടാം. ഇനി അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഇഡ്ഡലിപ്പൊടി റെഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഡ്ഡലിക്ക് ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ച് ശർക്കര വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് തന്നെ മതി. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.